ഹായ്, എല്ലാവർക്കും നമസ്കാരം. റീഗൽ ആഗ്മി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് NIOSൻ്റെ ഹിസ്റ്ററിയിലെ സെക്കൻഡ് ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് ദ ജിയോഗ്രഫിക്കൽ സെറ്റിങ്സ് ആൻഡ് പ്രീ ഹിസ്റ്റോറിക് കൾച്ചർ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. NIOSലെ സീനിയർ സെക്കൻഡറി കുട്ടികളുടെ സെക്കൻഡ് ചാപ്റ്ററാണ്. കഴിഞ്ഞ ഫസ്റ്റ് ചാപ്റ്റർ എല്ലാവരും വളരെ എഫക്റ്റീവായിട്ട് സീനിയർ ടീച്ചറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തതായിട്ട് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളുടെ ഡൗട്ട്സ് എന്തുണ്ടെങ്കിലും നിങ്ങൾ അതിനകത്ത് ഉറപ്പായിട്ടും മെൻഷൻ ചെയ്യുക. കൃത്യമായിട്ട് ആൻസർ ചെയ്യുന്നതായിരിക്കും. ഈ ക്ലാസ്സും ടീച്ചറിലോട്ട് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യുന്നു. എല്ലാവരും വളരെ എഫക്റ്റീവായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഹായ് സ്റ്റുഡൻറ്റ്, NIOSയുടെ +2 ഓൺലൈൻ ക്ലാസ്സിലേക്ക് നമുക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഫസ്റ്റ് ചാപ്റ്റർ എടുത്തായിരുന്നു. എല്ലാവരും പഠിച്ചു കാണും എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് ചാപ്റ്റർ 2 ദ ജോഗ്രഫിക്കൽ സെറ്റിംഗ് ആൻഡ് ദ പ്രീ ഹിസ്റ്റോറിക് കൾച്ചർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്ററാണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരിക്കൽ കൂടി ഇതിൽ 5 ക്വസ്റ്റ്യനാണ് നാം ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കുഞ്ഞു ക്ലാസ് തൊട്ടേ നാം പഠിച്ചു വരുന്നതാണ് ശിലായുഗങ്ങൾ, അല്ലേ? സ്റ്റോൺ ഏജ്. അതിൽ തന്നെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്? പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, അതുപോലെ തന്നെ നവീന ശിലായുഗം. അങ്ങനെ 3 ക്വസ്റ്റ്യൻ നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട്. അനദർ വൺ, നമ്മുടെ ജോഗ്രഫിക്കൽ ഡിവിഷനായിട്ട് ഭൂമിശാസ്ത്രപരമായി നമ്മുടെ ഇന്ത്യയെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അതൊരു ക്വസ്റ്റ്യൻ. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനായിട്ട് പറയുന്നത് പ്രീ ഹിസ്റ്റോറിക് പീരീഡ്. അങ്ങനെ നമ്മൾ 5 ക്വസ്റ്റ്യൻ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നു. വീണ്ടും ക്ലാസ്സുകളിലേക്ക് നമുക്ക് കണ്ടിന്യൂ ആയിട്ട് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, നന്നായിട്ട് പഠിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ പ്രീ ഹിസ്റ്റോറിക് ആർട്ട്. എന്താണ് ചരിത്രാതീത കാലം? എന്താണ് ചരിത്രാതീത കാലം? രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിന് മുൻപുള്ള കാലഘട്ടത്തെയാണ് ചരിത്രാതീത കാലം എന്ന് പറയുന്നത്. രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിന് മുൻപുള്ള കാലഘട്ടത്തെയാണ് ചരിത്രാതീത കാലം എന്ന് പറയുന്നത്. അതായത് ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ്സ് ഇല്ല, ഇല്ലാത്ത കാലഘട്ടത്തെയാണ് ചരിത്രാതീത കാലം എന്ന് പറയുന്നത്. അതിന് നമുക്ക് പറയാം, ഒരു എഴുതപ്പെട്ടതായിട്ടുള്ള ഒരു സംഹിതയോ ഒരു ആശയങ്ങളോ ഒന്നുമില്ലാത്ത കാലഘട്ടം. അപ്പോൾ എന്താണ് ചരിത്രാതീത കാലം? ഒന്നുകൂടെ, ചരിത്രാതീത കാലം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പ്രീ ഹിസ്റ്റോറിക് പീരീഡ്. പ്രീ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മുൻപ്. പ്രീ എന്ന് പറയുന്നത് മുൻപ്. അപ്പോൾ ചരിത്രാതീത കാലം എന്ന് പറയുന്നത് എന്താണ്? രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിന് മുൻപുള്ള കാലഘട്ടത്തെയാണ് ചരിത്രാതീത കാലം എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ മെസോലിത്തിക് കൾച്ചർ അല്ലെങ്കിൽ മധ്യശിലായുഗം. എന്താണ് മധ്യശിലായുഗം? ഡിഫൈൻ മെസോലിത്തിക് കൾച്ചർ അല്ലെങ്കിൽ മധ്യശിലായുഗം. എല്ലാവർക്കും അറിയാം, അല്ലേ? ശില എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോൺ ആണ്. ഈ മധ്യശിലായുഗം എന്ന് പറയുന്നത് പ്രാചീന ശിലായുഗത്തിനും നവീന ശിലായുഗത്തിനും ഇടയിലുള്ള ഒരു കാലഘട്ടത്തെയാണ് മധ്യശിലായുഗം എന്ന പദം കൊണ്ട് നാം അർത്ഥമാക്കുന്നത്. ഒന്നുകൂടെ, പ്രാചീന ശിലായുഗത്തിനും നവീന ശിലായുഗത്തിനും ഇടയിലുള്ള കാലഘട്ടം. ഇടയിലെന്ന് പറയുമ്പോൾ നമുക്കറിയാം, നടുക്ക്, അല്ലേ? പ്രാചീന ശിലായുഗത്തിനും നവീന ശിലായുഗത്തിനും ഇടയിലുള്ള, ഇപ്പൊ രണ്ടാമനാണല്ലേ, രണ്ടാമത്തെ സ്റ്റേജാണ് മധ്യശിലായുഗം എന്ന് പറയുന്നത്. ഈ സമയത്ത് ഇവിടെയുള്ള ആളുകൾ മൂർച്ചയുള്ള കല്ലുകൾ ഉപയോഗിച്ചിരുന്നു. എന്ത് കല്ലുകളാണ് ഉപയോഗിച്ചിരുന്നത്? ഷാർപ്പ്, മൂർച്ചയുള്ള കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് പോയ കാലഘട്ടമാണ് മധ്യശിലായുഗം എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ജോലികൾ ഉണ്ടായിരിക്കുമല്ലോ. എന്താണ് ജോലി? വേട്ടയാടലായിരുന്നു പ്രധാനപ്പെട്ട. ഹണ്ടിങ് ആയിരുന്നു ഈ മധ്യശിലായുഗത്തിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടെ, മധ്യശിലായുഗം എന്ന് പറയുന്നത് പ്രാചീന ശിലായുഗത്തിനും നവീന ശിലായുഗത്തിനും ഇടയിലുള്ള കാലഘട്ടത്തെയാണ് മധ്യശിലായുഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ, പ്രാചീന ശിലായുഗത്തിനും നവീന ശിലായുഗത്തിനും ഇടയിലുള്ള കാലഘട്ടത്തെ നാം എന്തെന്ന് പറയുന്നു? മധ്യശിലായുഗം എന്ന്. അവിടുത്തെ ജനങ്ങൾക്ക് വേട്ടയാടലായിരുന്നു ജോലി. കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കാനുള്ള മൂർച്ചയുള്ള ഷാർപ്പിംഗ്. ഏതെങ്കിലും ഒരു അനിമലിനെ കണ്ടാൽ അതിനെ എയിം ചെയ്ത് അതിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷാർപ്പായിട്ടുള്ള മൂർച്ചയുള്ള വെപ്പൺസ്, കല്ലുകൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് മധ്യശിലായുഗം എന്ന് പറയുന്നത്. ഈ സമയത്ത് അവരെന്താണ്? നായകളെ ഇണക്കി വളർത്തിയിരുന്നു, അല്ലേ?
എന്തിനായിരിക്കും? അവർക്ക് എന്താണ്, പോകുമ്പോൾ അവർക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, സേഫ്റ്റി അതുപോലെ തന്നെ അവർക്കൊരു സുരക്ഷിതത്വം ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ നായകളെ ഇണക്കി വളർത്തിയിരുന്നു. അപ്പോൾ ഒന്നുകൂടെ മൂർച്ചയുള്ള കല്ലുകൾ ഉപയോഗിച്ചിരുന്നു, വേട്ടയാടലായിരുന്നു, പിന്നെ എന്താണ്, നായകളെ ഇണക്കി വളർത്തിയിരുന്നു. ഈ മെസോലിത്തിക് അല്ലെങ്കിൽ ഈ മധ്യശിലായുഗം എന്ന് പറയുന്ന വേർഡ് 2 വാക്കിൽ നിന്നാണ് വന്നത്, അല്ലെ ഗ്രീക്ക് വേർഡാണത്. ഏത് വേർഡാണ്? ഗ്രീക്ക് വേർഡ്. മെസ്സോ എന്ന ഒരു പദത്തിൽ നിന്നും ലിത്തിക് എന്ന് പറയുന്ന മറ്റൊരു പദത്തിൽ നിന്നുമാണ് മെസോലിത്തിക് എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. മെസ്സോയുടെ അർത്ഥം എന്താണ്? മിഡിൽ അല്ലെങ്കിൽ മധ്യം. മെസ്സോയുടെ അർത്ഥം മിഡിൽ അല്ലെങ്കിൽ മധ്യം. 2 ലിത്തിക് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോൺ അല്ലെങ്കിൽ കല്ല്. സ്റ്റോൺ അല്ലെങ്കിൽ കല്ല്. അപ്പോൾ 2 വേർഡിൽ നിന്നാണ് നമ്മുടെ മധ്യശിലായുഗം എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ വന്നിട്ടുള്ളത്. അത് ഏത് വേർഡാണ്? ഗ്രീക്ക് വേർഡാണ്. ഇത് എന്ത് വേർഡാണ്? ഗ്രീക്ക് വേർഡാണ്. ഗ്രീക്ക് വേർഡ് എന്ന മെസോലിത്തിക് എന്ന് പറയുന്ന 2 വേർഡിൽ നിന്നാണ് മെസോലിത്തിക് അല്ലെങ്കിൽ മധ്യശിലായുഗം എന്ന് പറയുന്ന പദം ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. ഓക്കെ, മെസോയുടെ അർത്ഥം മിഡിൽ എന്നും ലിത്തിക്കിൻ്റെ അർത്ഥം സ്റ്റോൺ എന്നുമാണ്. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് 3ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. 3ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായി ഇന്ത്യൻ ഉപഭൂഖത്തെ എത്രയായി തിരിക്കുന്നു? ഭൂമിശാസ്ത്രപരമായി ഇന്ത്യൻ ഉപവിഭാഗത്തെ എത്രയായിട്ട് തിരിക്കുന്നു? എത്രയായിട്ടാണ് തിരിക്കുന്നത്? 3 ആയിട്ട് തിരിക്കുന്നുണ്ട്. എത്രയായിട്ടാണ്? 3 വിഭാഗങ്ങളായിട്ട്, 3 കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തേത് ഹിമാലയം, 2 വടക്കൻ സമതലങ്ങൾ, 3 ഉപദ്വീപീയ പീഠഭൂമി. ഒന്നാമത്തേത് എന്താണ്? ഹിമാലയം. ഒന്നാമത്തേത് ഹിമാലയം. രണ്ടാമത്തേത് വടക്കൻ സമതലങ്ങൾ. മൂന്നാമത്തേത് ഉപദ്വീപീയ പീഠഭൂമി. ക്ലിയർ ആണോ? നോക്കിക്കേ, നമ്മുടെ ഇന്ത്യൻ ഉപവിഭാഗത്തെ 3 ആയിട്ട് തിരിക്കുന്നു. 3 സബ് കോണ്ടിനെന്റ് ആയിട്ട് അല്ലെങ്കിൽ 3 ഡിവിഷൻസ് ആയിട്ട് തിരിക്കുന്നുണ്ട്. ഒന്നാമത്തേത് ഹിമാലയം, രണ്ടാമത്തേത് വടക്കൻ സമതലം, മൂന്നാമത്തേത് അല്ലെങ്കിൽ അനദർ വൺ ഉപദ്വീപീയ പീഠഭൂമി. 3 ക്വസ്റ്റ്യൻ ആണ് നാം ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ഓക്കെ, ഡിഫൈൻ പാലിയോലിത്തിക് കൾച്ചർ. എന്താണ് പ്രാചീന ശിലായുഗം? ടീച്ചർ തുടക്കത്തിലേ പറഞ്ഞായിരുന്നു എന്താണ്, നമ്മുടെ ശിലായുഗത്തെ 3 ആയിട്ട് തിരിക്കുന്നുണ്ടായിരുന്നു അല്ലേ? ഒന്നാമത്തേത് എന്താണ്? അതെ, ഏതാണ്? പ്രാചീന ശിലായുഗമെന്നും നവീന ശിലായുഗമെന്നും മധ്യശിലായുഗം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതിൽ ഒന്ന് നമ്മൾ ക്ലിയർ ചെയ്തു, മധ്യശിലായുഗം. അപ്പോൾ രണ്ടാമത്തേത് എന്താണ് ഇനി? നമ്മുടെ പ്രാചീന ശിലായുഗം. എന്താണ് പ്രാചീന ശിലായുഗം? ഈ പ്രാചീന ശിലായുഗം എന്ന് പറയുന്നതും 2 വേർഡിൽ നിന്നാണ് വന്നത്. അതും ഗ്രീക്ക് വേർഡാണ്, 2 വേർഡാണ്. പാലിയോ. ഏതാണ്? പാലിയോ എന്ന് പറയുന്ന വേർഡിൽ നിന്നും ലിത്തിക് എന്ന് പറയുന്ന മറ്റൊരു വേർഡിൽ നിന്നുമാണ് പാലിയോലിത്തിക് എന്ന് പറയുന്ന പദം ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്. പാലിയോയുടെ അർത്ഥം എന്താണ്? യെസ്, ഓൾഡ്. എന്താണ്? ഓൾഡ്. ലിത്തിക്കിൻ്റെ അർത്ഥം എന്താണ്? സ്റ്റോൺ. ലിത്തിക്ക്, സ്റ്റോൺ. ഈ ലിത്തിക്ക് നമ്മൾ നേരത്തെയും പരിചയപ്പെട്ടായിരുന്നു അല്ലേ, മെസോലിത്തിക് കൾച്ചറിൽ. അതെ, അപ്പോൾ 2 വേർഡാണ് അവിടെയും വന്നത്. പാലിയോലിത്തിക് എന്ന് പറയുന്ന പദം വന്നത് ഏത് വേർഡിൽ നിന്നാണ്? ഗ്രീക്കിൽ നിന്നാണ്. പാലിയോ എന്ന് പറയുന്നത് ഓൾഡ്, ലിത്തിക് എന്ന് പറയുന്നത് സ്റ്റോൺ. ക്ലിയർ? ഈ പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യർ, പ്രാചീനം എന്ന് പറയുമ്പോൾ തന്നെ പഴയതാണ് അല്ലേ? അവർക്ക് നേരാവണ്ണം ഒരു സെറ്റിൽമെൻറ്റ് ലൈഫോ ഒന്നുമില്ല. ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക, അലഞ്ഞു തിരിഞ്ഞുള്ള ജീവിതമാണ്. കല്ലുകളാണ് ഉപയോഗിച്ചിരുന്നത്, ഒരു സ്ഥിര താമസം ഒന്നുമില്ല അവർക്ക്. അവർ രാവിലെ ഇറങ്ങിത്തിരിക്കുന്നു, എവിടെയാണോ എത്തിച്ചേരുന്നത് അവിടെ കിടന്നുറങ്ങുന്നു, എന്താണോ കയ്യിൽ കിട്ടുന്നത് അത് കഴിക്കുന്നു, വേട്ടയാടുന്നു. ഇതൊക്കെയായിരുന്നു അവർ പ്രധാന ജീവിതമാർഗം. അവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പം പ്രാചീന ശിലായുഗത്തിലെ 2 വേർഡ് ഏതൊക്കെയാണ്? പ്രാചീന ശിലായുഗം എന്ന് പറയുന്ന പദം വന്നത് പാലിയോ എന്നും ലിത്തിക് എന്ന് പറയുന്ന 2 വാക്കിൽ നിന്നാണ്. പാലിയോയുടെ അർത്ഥം ഓൾഡ് എന്നും ലിത്തിക് സ്റ്റോൺ എന്നുമാണ്. പക്ഷേ
ഈ സമയത്ത് അവർ കുറേ ടൂൾസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആയുധങ്ങൾ അല്ലേ, അല്ലെങ്കിൽ ഉപകരണങ്ങൾ. എന്തൊക്കെയാണ് അവർ ഉപയോഗിച്ചിരുന്നത്? ഹാൻഡ് ആക്സസ്. ഹാൻഡ് ആക്സസ് എന്ന് പറയുന്ന കൈ കൊണ്ട് പിടിക്കത്തക്ക രീതിയിലുള്ള കൈക്കോടാലികൾ. കൈക്കോടാലി എന്തിനാണ് ഉപയോഗിച്ചിരുന്നത്? ഏതെങ്കിലും ആനിമൽസിനെ കിട്ടിയ എന്ത് ചെയ്യും? പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഉപയോഗിച്ചിരുന്നതാണ് എന്ത്? ഹാൻഡ് ആക്സസ് അല്ലെങ്കിൽ കൈക്കോടാലി. രണ്ടാമത്തത് ക്ലവേഴ്സ്. ക്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൈക്കോടാലി പോലെ സാമ്യമുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട ടൂളാണ്. മൂന്നാമത്തത് എന്താണ്? ചോപ്പർ. മൂന്നാമത്തത് ചോപ്പർ. വെട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ആനിമൽസിനെ കിട്ടി അപ്പം തന്നെ ആ സ്പോട്ടിൽ തന്നെ എന്ത് ചെയ്യണം? വെട്ടി അവർക്ക് എന്ത് ചെയ്യണം? അതിന് പാകം ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഉപയോഗിച്ചിരുന്ന കുറേ ടൂൾസുകൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടം കൂടിയാണ് നമ്മുടെ പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പാലിയോലിത്തിക് ഏജിൽ അവർക്ക് എന്തുപയോഗിച്ചിരുന്നു? ടൂൾസ് ഉപയോഗിച്ചിരുന്നു അല്ലേ? പാലിയോലിത്തിക് ഏജിൽ കുറേ ടൂൾസ് ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ചോപ്പിംഗ് ടൂൾസ് പീരീഡ് എന്ന് പറയുന്നു. എന്ത് പീരീഡ് എന്ന് അറിയുന്നു? ചോപ്പിംഗ് ടൂൾസ് എന്ന് വിളിക്കുന്നു. പാലിയോലിത്തിക് ഏജ്, പാലിയോ ലിത്തിക് എന്ന് പറയുന്ന രണ്ട് പദത്തിൽ നിന്നാണ് പാലിയോലിത്തിക് ഏജ് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. പാലിയോയുടെ അർത്ഥം എന്താണ്? ഓൾഡ്. പാലിയോയുടെ അർത്ഥം ഓൾഡ്, ലിത്തിക് സ്റ്റോൺ. പാലിയോ, ഓൾഡ്, ലിത്തിക് സ്റ്റോൺ. ആ സമയത്ത് എന്താ ചെയ്തിരുന്നത്? എവിടെയെങ്കിലും സെറ്റിൽഡ് ലൈഫ് ഒന്നും അവർ എന്ത് ചെയ്തിട്ടില്ല? നയിച്ചിട്ടില്ല. സ്ഥിരതാമസമില്ല, അലഞ്ഞു തിരിഞ്ഞ് നടക്കും. കല്ലുകളാണ് ഉപയോഗിച്ചിരുന്നത് വെപ്പൺസ് ആയിട്ട്. പിന്നെ പറഞ്ഞു കുറച്ച് ടൂൾസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് ഹാൻഡ് ആക്സസ്, കൈക്കോടാലിയോട് സാമ്യമുള്ള എന്താണ്? ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു ടൂള്. രണ്ടാമത്തത് ക്ലവേഴ്സ്. മൂന്നാമത്തത് ചോപ്പർ. ചോപ്പർ എന്ന് പറയുന്നത് എന്താണ്? വെട്ടാനൊക്കെ കത്തിയ പോലെ ഉപയോഗിക്കുന്ന ഒരു ടൂൾസ്. അതുകൊണ്ട് തന്നെ ഈ പീരീഡിനെ ചോപ്പിംഗ് ടൂൾസ് എന്നാണ് അറിയപ്പെട്ടത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മൾ 4 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. അവസാനത്തെ ക്വസ്റ്റ്യനായ 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. അവസാനത്തെ ക്വസ്റ്റ്യനാണ് നവീന ശിലായുഗം. എന്താണ്? നവീന ശിലായുഗം അല്ലെങ്കിൽ നിയോലിത്തിക് ഏജ്. ഈ നിയോലിത്തിക് ഏജ് എന്ന് പറയുമ്പോൾ ഒരു പരിവർത്തനത്തിൻ്റെ കാലഘട്ടമായിരുന്നു. പെട്ടെന്നുള്ള ഒരു കുതിച്ചുചാട്ടം അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു മാറ്റത്തിൻ്റെ കാലഘട്ടം. ഒരു മാറ്റമാണ്. ന്യൂ എന്ന് പറയുന്നത് എന്താണ്? പുതിയതല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ഒരു പുതിയ തുടക്കത്തിൻ്റെ കാലഘട്ടമായിരുന്നു നിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. നവീനമാണ്, ഒരു പരിവർത്തനമായിരുന്നു. ഈ സമയത്തുള്ള ആൾക്കാർ എന്തൊക്കെ ചെയ്തിരുന്നു? സ്ഥിര താമസാക്കി. പിന്നെ എന്ത് ചെയ്തു? വേട്ടയാടലാണ്. അതിന് പുറമെ കൃഷി ചെയ്യാൻ തുടങ്ങി. അവരുടെ കൃഷിസ്ഥലങ്ങളെല്ലാം എന്ത് ചെയ്തു? വ്യാപ്തി കൂട്ടി. അങ്ങനെയുള്ള അവരുടെ ഒരു മാറ്റത്തിൻ്റെ കാലഘട്ടമാണ്. ഒരു മാറ്റത്തിൻ്റെ കാലഘട്ടം വന്ന പീരീഡാണ് നമ്മുടെ. അതുകൊണ്ട് ഒരു ട്രാൻസിഷൻ പീരീഡ് എന്ന് കൂടെ നമുക്ക് നവീന ശിലായുഗത്തെ വിളിക്കാം. ഒരു മാറ്റമാണ്. അവരെന്താണ്? പഴയതുപോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതോ മൃഗങ്ങളെ കണ്ടെടുത്ത് വെച്ച് വെട്ടുന്നതോ നുറുക്കുന്നതോ ഒക്കെ അങ്ങ് മാറ്റി. അവർക്ക് എപ്പോഴും എന്താണ്? സെറ്റിൽഡ് ആയിട്ട് ലൈഫ് നയിക്കുക, സെറ്റിൽഡ് ആയിട്ട് എന്ത് ചെയ്യുക? എവിടെയെങ്കിലും ജീവിതം നയിച്ചു കൊണ്ടുപോവുക, കൃഷി ചെയ്യുക, അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടായ ഒരു കാലഘട്ടമാണ് നവീന ശിലായുഗം അല്ലെങ്കിൽ നിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് അവർ കുറേ എന്ത് ചെയ്തു? കിട്ടുന്ന ടൂൾസിനെയൊക്കെ കൂടുതലായിട്ട് ഷാർപ്പ് ചെയ്തു. മെസോലിത്തിക്കിലും ഷാർപ്പ് ചെയ്തു. അതിനെക്കാളും എന്ത് ചെയ്തു? കൂടുതലായിട്ട് ഷാർപ്പ് ചെയ്തു. മിനുസമാർന്ന രീതിയിൽ എന്ത് ചെയ്തു? ഷാർപ്പ് ചെയ്തു. ഷാർപ്പിംഗ് പോയിന്റ്സ്. കാരണം ഏതെങ്കിലും ഒരു ആനിമൽസിനെ കണ്ട് അതിന് കിട്ടണം, അതിന് എന്ത് ചെയ്യണം? അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള രീതിയിൽ. അതുപോലെ ഏതെങ്കിലും വെജിറ്റബിൾസിനെ കിട്ടിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും പഴവർഗ്ഗങ്ങൾ കിട്ടിയാൽ ഒക്കെ എന്ത് ചെയ്യണം? മുറിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഷാർപ്പിംഗ് ആയിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ചിരുന്നു. വൃത്താകൃതിയിലുള്ളതും സമമിതിയുള്ളതുമായ ഉപകരണങ്ങൾ, മിനുസമാർന്ന ഉപകരണങ്ങൾ ഒക്കെ ഉപയോഗിച്ചിരുന്ന പീരീഡാണ് നിയോലിത്തിക് ഏജ്. അപ്പോൾ ഒന്നുകൂടെ നിയോലിത്തിക് ഏജ് മറന്നു പോകരുത്. പ്രാചീന ശിലായുഗത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന മനുഷ്യരൊക്കെ എന്ത് ചെയ്തു? സെറ്റിൽഡ് ലൈഫ് നയിച്ച പീരീഡാണ് നിയോലിത്തിക് പീരീഡ്. നിയോലിത്തിക് പീരീഡിൽ അവർ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. അവരുടെ ജീവിത മാർഗമേ എന്ത് ചെയ്തു? മാറിപ്പോയി. ജീവിത സ്റ്റൈൽ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അങ്ങോട്ടുള്ള മേഖലകളിലെല്ലാം പുതിയ 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 മാറ്റങ്ങളൊക്കെ വന്ന കാലഘട്ടമാണ്. മിനുസമാർന്ന ഉപകരണങ്ങൾ, ടൂൾസ് ഉപയോഗിച്ചു. എല്ലാം ഷാർപ്പിംഗ് കൂട്ടി അല്ലെ? ഏറ്റവും ഷാർപ്പിംഗ് കൂട്ടി. അതുപോലെ തന്നെ വൃത്താകൃതിയിലുള്ളതും സമമിതിയുള്ളതുമായ ഉപകരണങ്ങൾ ഉപയോഗിച്ചു. മറന്നു പോകരുത്. വൃത്താകൃതിയുള്ളതും സമമിതിയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച പീരീഡാണ് നിയോലിത്തിക് പീരീഡ് അല്ലെങ്കിൽ നവീന ശിലായുഗം. അങ്ങനെ നാം ഇന്ന് 5 ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഒന്നാമത്തത് ഏതായിരുന്നു? നമ്മുടെ പ്രീ ഹിസ്റ്റോറിക് പീരീഡ്.
2 മെസോലിത്തിക് കൾച്ചർ. 3 ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖത്തെ എത്ര എടുത്തിരിക്കുന്നു. 4 പ്രാചീന ശിലായുഗം. 5 നവീന ശിലായുഗം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് വീഡിയോ കണ്ട് പ്രിപ്പയർ ചെയ്ത് നോട്ട് എഴുതിയെടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ക്ലിയർ ചെയ്യാം. ഈ വീഡിയോയുടെ ലാസ്റ്റ് നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.